ദീനിയായ പെരുമാറ്റം വേണം. ദീന് വിട്ട് കളിച്ചിട്ട് നിങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം. അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം. അവന് ബുദ്ധിമുട്ടുണ്ടെന്നറിഞ്ഞാൽ അവനെ സഹായിക്കണം. എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. മനുഷ്യൻ എന്ന രീതി. പക്ഷെ മതം രണ്ടും രണ്ടാണ്. അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ തലയെ കയറ്റാൻ പാടില്ല. ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ കൊണ്ടുനടക്കാൻ പാടില്ല. ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ദീനിനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത്. അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടിത്തകർന്ന് പോകുന്നില്ല. ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും ക്രമങ്ങളിൽ കുല്ലിൻ ജഅൽനാമിക്കും ശിർഅത്തൻ വ മിൻഹാജ എന്ന് പറഞ്ഞില്ലേ. മുസ്ലിമിന് മുസ്ലിമിന്റെ ഒരു കൾച്ചറുണ്ട്. ആ കൾച്ചർ അനുസരിച്ച് ആ മുസ്ലിം നിൽക്കേണ്ടത്. അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല നിലക്ക് പെരുമാറുന്ന ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പാടില്ല. നമ്മളെ കൾച്ചർ വിട്ട് കളിക്കാൻ പാടില്ല. ചെറുപ്പക്കാർ മനസ്സിലായിക്കോ. ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതൊരു ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ തിന്മകൾക്കെതിരെ പൊരുതലാണ് ശരിയായ ജിഹാദ്. ആരാനെ വേദനിപ്പിക്കലല്ല. നിങ്ങളുടെ പ്രവർത്തനത്തിലുള്ള തെറ്റ് തിരുത്തലാണ് ജിഹാദ്. അന്യമതക്കാരന്റെ നമ്മൾ അവന്റെ ഒരു ഭക്ഷണം കഴിച്ചു, അവന്റെ ആചാരത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അവന്റെ ആചാരത്തെ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു സൗഹൃദത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചു. അത് രണ്ടും രണ്ടല്ലേ? അത് രണ്ടും രണ്ടാണ്. സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ പ്രവർത്തനം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഇന്ത്യയിൽ. ഇപ്പൊ ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു കേക്ക് വാങ്ങി കഴിച്ചു. ആ കേക്ക് വാങ്ങി കഴിച്ചാൽ സ്വാഭാവികം എന്താ? നിങ്ങൾ ഒരു അമുസ്ലിം ആണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല. അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു, പിന്നെ വലിയ കേക്കാവുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇതിലൊക്കെ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാനദണ്ഡം പറയല്ല, മാനദണ്ഡം പറയുന്നത് പണ്ഡിതന്മാരാ. പക്ഷെ നമ്മൾ ആക്ഷേപം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ പാളിച്ച വരുന്നുണ്ടോ എന്നാണ് നോക്കണം. എന്നാലും ജനങ്ങൾക്ക് ആകെ സംശയം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതെന്താണെങ്കിലും നമ്മൾ വിട്ടു നിൽക്കുകയും നമ്മൾ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യണമെന്ന് നമ്മൾ പൊതുവെ പറയുമ്പോഴും അന്യ മതസ്ഥരോട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്ന് മാത്രമല്ല, എല്ലാ നിലക്കും അവരോട് സഹകരിക്കാം. അവർക്ക് ആവശ്യമായ എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം. എല്ലാം റെഡി. പക്ഷെ മതപരമായ ആചാരങ്ങൾ നമ്മൾ പകർത്താൻ പാടില്ല. മതപരമായ അത് സ്ട്രിക്റ്റാണ്. അത് കണിശമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ, വിശ്വാസത്തോട് ചെയ്താൽ ആൾ എന്താവും? വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാം പുറത്തു പോയി കാഫിറായി, മുർത്തദായി. വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണിത് തെറ്റാണ്, ഹറാമാണ്, വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് 2015 നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് നിലവിളക്ക് കൊളുക്കൽ വിവാദത്തിൽ പെട്ടുകൊണ്ട് വിട്ടുനിന്നത്? അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. നിലവിളക്ക് കൊളുത്താനുള്ള സാഹചര്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മതം അതിനെ അനുവദിക്കുന്നില്ല, ഞാൻ കൊളുത്തൂലായിരുന്നു. വലിയ വിവാദമായി, വലിയ ചർച്ചയായി. ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗിന്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട്. മഹാനായ മർഹൂം CH മുഹമ്മദ് കായ സാഹിബ്, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, അവരൊക്കെ നിലവിളക്ക് കൊളുത്തുക എന്ന ആചാരം നമ്മുടെ ആചാരമല്ല, അതുകൊണ്ട് പാടില്ല തീരുമാനിച്ചതാണ്. അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു. ഹൈദലി ശിഹാബ് തെറ്റുപറ്റിയോ? അതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന് നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബിന് തെറ്റുപറ്റിയോ? ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് വിലക്കുന്നത്? എന്തിനാണ് ഹൈദർ ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്തിന് നിങ്ങൾ ഓർത്തു നോക്കൂ. ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനങ്ങളുടെ അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ അവർകളാണ്. സൈനുലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. നവ്വറല്ലാഹു മറാഖിദഹുമ, രണ്ട് പേരോടും ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു, മതപരമായ നിയമം പ്രഖ്യാപിച്ചു.
ഒരു പ്രത്യേക മതത്തിൻ്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ്, അനുവദനീയമല്ലാത്തതാണ്. മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി, ചെയ്യണ്ട. വിശ്വാസം അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. വേണ്ട, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹം പൊട്ടുതൊട്ടു. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ. വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിനെതിരായി സ്വീകരിച്ച സമീപനത്തെ പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു. എന്തേ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ചെറുക്കണം അബ്ദുള്ള സാഹിബായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തുൽ അനുഗ്രഹിക്കുമാറാകട്ടെ, ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ്, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അംഗീകരിച്ചില്ലോ ഉമർ അലി ശിഹാബ് തങ്ങൾ. എന്താ ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സകലമാന പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സമീപനം സ്വീകരിച്ച ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ? അവരൊക്കെ ഐക്യകണ്ഠേന ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും ദീനിന് പരിക്കേൽക്കാൻ പാടില്ല. അമുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ ആകണം. പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല. വിശ്വാസമുണ്ടെങ്കിൽ ഇസ്ലാമിന് പുറത്തോട്ട് പോയി ആൾ കാഫറായി, പിന്നെ പള്ളിക്ക് അടക്കാൻ പറ്റൂല. വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നായി പറഞ്ഞത്. അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ, ഏതായാലും മുറിക്കണ്ടേ? കേക്ക് മുറിക്കലും നല്ല പ്രശ്നം. മറ്റ് മതസ്ഥരുടെ കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ, നമ്മൾ കഴിക്കുന്നില്ലേ? മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം. ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും. ഇതാണ് ആദർശം.